ഹായ്, നിങ്ങളുടെ ആദ്യത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ജോബിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രഷർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കമ്പനിയിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്ന ഒരു ഡെവലപ്പറാണ് നിങ്ങളെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു. സോ ഞാനൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറാണ്. റീസെൻ്റായിട്ട് ഞാൻ ജോബ് സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കിത് സ്റ്റെപ്പായിട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്, ആക്ച്വലി ജോബ് ഹണ്ടിങ് സ്റ്റെപ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെക്കുക. 2025 ജാനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് കമ്പനീസ് അവരുടെ ഹയറിംഗ് പോർട്ടൽസ് ഓപ്പൺ അപ്പ് ചെയ്യുക, അതുപോലെ ഇൻടേക്കിൻ്റെ എണ്ണവും കൂട്ടുക. അപ്പോൾ ഇത് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നീങ്ങുക, ഇപ്പോഴേ അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. ഇനി നമുക്ക് സ്റ്റെപ്സിലേക്ക് കടക്കാം. അപ്പോൾ സ്റ്റെപ്പ് 1, പ്രിപ്പറേഷൻ. ഞാൻ ഈ വീഡിയോയിൽ പ്രിപ്പറേഷൻ അധികം ഫോക്കസ് കൊടുത്തിട്ടില്ല. കാരണം പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ പ്രിപ്പറേഷനെ പറ്റി ആലോചിച്ച് പേടിച്ച് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് ഈ പ്രോസസ്സ് ചെയ്യാത്തൊരു അവസ്ഥയിലേക്കാണ് പോകാറ്. അതിലുപരി നിങ്ങളുടെ ഡൊമൈനിലുള്ള ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എന്തൊക്കെ പ്രൊജക്ട്സ് നിങ്ങൾ ചെയ്തതിന് അല്ലെങ്കിൽ എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ, ആ ഒരു കാര്യം നല്ലപോലെ മനസ്സിലാക്കി എന്തൊക്കെ കോംപ്ലക്സിറ്റീസ് ആണ് നിങ്ങൾ സോൾവ് ചെയ്തിട്ടുള്ളത് ആ ഒരു പെർസ്പെക്റ്റീവിൽ പഠിക്കുക. പിന്നീട് വരുന്ന നമ്മൾ ഇൻ്റർവ്യൂവിൽ കാണാം എന്നുള്ളൊരു മൈൻഡ് നിങ്ങൾ കീപ്പ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റെസ്യൂമേ ആണ്. ഒരു ജോബ് ഹണ്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെസ്യൂമേ. നിങ്ങൾ റെസ്യൂമേ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ആദ്യത്തേത് ATS ഫ്രണ്ട്ലി ആയിരിക്കണം. ATS ഫ്രണ്ട്ലി എന്ന് പറയുമ്പം ഇമേജ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സിംഗിൾ കോളം ആയിക്കോട്ടെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ചൂസ് ചെയ്യുക. ഇതിന് നല്ലൊരു എക്സാമ്പിൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ എടുത്ത് JX റെസ്യൂമേ ഫോർമാറ്റ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഇനി അടുത്തത് സെക്ഷൻസ് ആണ്. അതിൽ നിങ്ങളൊരു ഏർലി പ്രൊഫഷണൽ ആയതുകൊണ്ട് ആദ്യം എഡ്യൂക്കേഷൻ വെക്കുക. അതിൽ നോർമലി നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റി, ചെയ്ത മേജർ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഏതാണ്, പിന്നെ ചെയ്ത സ്ഥലം ആൻഡ് ഇയർ. അടുത്തത് എക്സ്പീരിയൻസിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അധികം റെസ്യൂമേ എഴുതുന്ന സമയത്ത് നമ്മുടെ റോളാണ് എഴുതാറ്. ഐ ഡെവലപ്പ് ദിസ് ഓർ ഡിസൈൻ ദിസ്. ആ ഒരു രീതിയിൽ എഴുതുന്നതിന് പകരം നിങ്ങൾ എന്ത് അച്ചീവ്മെന്റ്സ് ആണ് നേടിയത് എന്ന് വെക്കുക. അതായത് ഇത്ര ക്ലയൻസിന് ഇത് ഡിപ്ലോയ് ചെയ്തു, ഇത്ര യൂസേഴ്സ് അത് യൂസ് ചെയ്തു. പ്രൊജക്ട്സ് ആയാലും ഇതേപോലെ തന്നെ ആ രീതിയിലുള്ള പോയിന്റ്സ് വരുമ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും നിങ്ങളുടെ റെസ്യൂമേ. പിന്നെ നോർമലി ടെക്നിക്കൽ സ്കിൽസ്, പിന്നെ നിങ്ങൾ സർട്ടിഫിക്കേഷൻസോ വല്ല അവാർഡോ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇൻട്രസ്റ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ വെക്കാം. അപ്പോൾ റെസ്യൂമേൽ ഇത്രത്തോളമാണ് നോക്കേണ്ടത്. നിങ്ങൾ JX റെസ്യൂമേ ഫോർമാറ്റ് ഈ ഓവർലീഫ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വെച്ചിട്ട് എഡിറ്റ് ചെയ്യുന്നെങ്കിൽ ഇവിടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് റീകമ്പൈൽ അടിച്ച് ഡൗൺലോഡ് PDF അടിച്ചാൽ അത് PDF ആയി കിട്ടുന്നതാണ്. അടുത്ത സെക്ഷൻ ജോബ് പോർട്ടൽസ് ആണ്. ജോബ് പോർട്ടൽസ് എന്ന് പറയുമ്പം ഒരു ഡബിൾ എഡ്ജ്ഡ് സോഡ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. അതിനെക്കൊണ്ട് കുറേ ഗുണമുണ്ട്, എന്നാൽ അതിനെക്കൊണ്ട് ബുദ്ധിമുട്ടും ഉണ്ട്. ശരിക്കും നിങ്ങളുടെ അടുത്ത് ടൈം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓരോ കമ്പനീസിൻ്റെ സൈറ്റിൽ എടുക്കുക, അവിടെ അവർ ജോബ് പോസ്റ്റ് ചെയ്യുന്നത് നോക്കുക, എന്നിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എനിക്ക് എഫക്റ്റീവായി തോന്നിയ കുറച്ച് സൈറ്റ്സ് ആണ് ലിങ്ക്ഡിൻ, വെൽഫൗണ്ട്, കട്ട്ഷോട്ട്, നോക്കരി എക്സെട്ര. അപ്പോൾ ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് രണ്ടെണ്ണം, ലിങ്ക്ഡിനും വെൽഫൗണ്ടും ആണ്. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈല് അപ് ടു ഡേറ്റ് ആക്കി വെക്കുക. എന്തൊക്കെ ഫീൽഡും കാര്യങ്ങളുണ്ടോ അതാത് വെബ്സൈറ്റിൽ അതൊക്കെ ഫില്ല് ചെയ്യുക. നല്ലൊരു പ്രൊഫൈൽ പിക്ചർ ഇടുക. എബൌട്ട് സെക്ഷനിൽ നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്തൊക്കെയാണോ നിങ്ങൾ റെസ്യൂമേൽ ആഡ് ചെയ്ത പോയിന്റ്സ് അതേപോലെ ഇവിടെയും കോപ്പി ചെയ്ത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് റിക്രൂട്ടേഴ്സിൻ്റെ അടുത്ത് തിരിച്ചുള്ള റിപ്ലൈ പ്രതീക്ഷിക്കേണ്ട കാര്യമുള്ളൂ. അപ്ലൈയിങ് ഫോർ ജോബ്സ്. ഈ ജോബ് ഹണ്ടിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണിത്. കാരണം നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലാവുക ഒന്നിക്ക് റിജക്ഷൻ മെയിൽ അല്ലെങ്കിൽ ഗോസ്റ്റിംഗ് ആണ് റിക്രൂട്ടർ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഫേസ് എങ്ങനെ മറികടക്കുക എന്നുള്ള കുറച്ച് ടിപ്സാണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഈ ലിങ്ക്ഡിൻ, വെൽഫൗണ്ട് പോലുള്ള പ്ലാറ്റ്ഫോമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മോസ്റ്റ് റീസെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ജോബ്സ് 0 അപ്ലിക്കൻസ് അല്ലെങ്കിൽ 2 അപ്ലിക്കൻസ്, അങ്ങനെ വളരെ കുറവ് അപ്ലിക്കൻസേ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അന്നേരമുള്ള ഗുണം എന്ന് പറഞ്ഞാൽ റിക്രൂട്ടേഴ്സ് നിങ്ങളുടെ റെസ്യൂമേ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ വേറൊരു ഫീച്ചറാണ് ലിങ്ക്ഡിനിലെ ഈസി അപ്ലൈ എന്നുള്ള ഫീച്ചർ. അപ്പോൾ വലിയൊരു ഫോം പോയി അത് ഫില്ല് ചെയ്താനുള്ള ടൈമില്ല. നിങ്ങളൊരു കമ്മ്യൂട്ടിലാണ് അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് കുറച്ച് ബ്രേക്ക് എടുക്കുമ്പോൾ എടുത്താണ്. ആ ടൈമിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിൻ എടുക്കുക, ഈസി അപ്ലൈ ഇടുക ആൻഡ് മോസ്റ്റ് റീസെൻ്റ് എടുക്കുക. എന്നിട്ട് ഓരോ ദിവസം
ഓരോ 10 മിനിറ്റ് കൂടുമ്പം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ എടുത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ നോട്ടീസബിലിറ്റി അത്രയും കൂടുന്നതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്തോറും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടാനുള്ള ചാൻസ് കൂടിക്കൂടി വരും. ഇതൊരു സിമ്പിൾ കാര്യമാണ്, പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഡീമോട്ടിവേറ്റ് ആവും. എൻ്റെ പ്രൊഫൈൽ നല്ലതല്ലേ, എൻ്റെ റെസ്യൂമെ അത്ര മോശമാണോ, ഞാൻ ഒന്നും വർക്ക് ചെയ്തിട്ടില്ലേ എന്നുള്ളത്. ആ ഒരു ഇമോഷണൽ സൈഡ് മാറ്റി നിർത്തി എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ റാൻഡമായിട്ട് അപ്ലൈ ചെയ്ത് നോക്ക്. നിങ്ങളെ ഏരിയ സെർച്ച് ചെയ്യുക, ഇന്ന ഫിൽറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അറ്റ് സം പോയിന്റ് യു വിൽ നോട്ടീസ് ദ ഡിഫറൻസ്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾസ് വരാൻ തുടങ്ങും. ആ ഇൻ്റർവ്യൂ കോൾസ് വരുന്ന സമയത്ത് ആ ഡൊമൈൻ എടുക്കുന്നു, പഠിക്കുന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. ആ ഇൻ്റർവ്യൂവിലുള്ള മിസ്റ്റേക്സ് മനസ്സിലാക്കിയിട്ട് എഴുതി വെക്കുന്നു. ആ മിസ്റ്റേക്ക് തിരുത്തി അടുത്ത ഇൻ്റർവ്യൂവിന് നല്ലതായി പെർഫോം ചെയ്യും. അറ്റ് സം പോയിന്റ് യു വിൽ ഗെറ്റ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, എല്ലാവരും ജോബ് നോക്കേണ്ട കേസല്ല. കാരണം നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ജോബിന് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആൻറ്റർപ്രണർഷിപ്പ് നോക്കാം, അല്ലെങ്കിൽ ഫ്രീലാൻസ് വർക്ക് എടുക്കാം, ഇൻഡി ഹാക്കിംഗ് പോലുള്ള പുതിയ ഏരിയാസിലേക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ ലൈക്ക് ബട്ടൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡിസഗ്രിമെൻറ്റ്സോ അല്ലെങ്കിൽ കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ ആഡ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ തരാം. ഇനി അടുത്ത വീഡിയോയിൽ കണ്ടിട്ട് വരുന്നവരെ ബൈ.